Hi everyone, I am Vishnu and welcome to quick 5-minute introduction of Blender. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബ്ലെൻഡർ ഒരു പവർഫുൾ സോഫ്റ്റ്വെയർ ആണ്. ലൈക്ക് വി ക്യാൻ ഡു മോഡലിംഗ്, ടെക്സ്ചറിങ്, VFX, ഗെയിം സെറ്റ്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബ്ലെൻഡർ. ബ്ലെൻഡർ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. സോ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി കോഴ്സ് ആയിരിക്കും. എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അവസാനം, അതായത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു ആനിമേഷൻ അല്ലെങ്കിൽ ഇതുപോലൊരു മോഡലിംഗ് ചെയ്യാൻ പറ്റുമെന്ന് I can assure that. Okay, so let's go into the video. ഫസ്റ്റ് നമ്മൾ ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണുന്ന ഒരു പ്രീസെറ്റ്സ് ആണിത്. ഒരു ക്യൂബ്, പിന്നെ ക്യാമറ, പിന്നെ ഒരു പോയിന്റ് ലൈറ്റ്. ഇത് നമ്മുടെ മൂവ് ടൂളും കുറച്ച് നമ്മൾ എങ്ങനെ ഇത് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൂൾസാണ്. അതുപോലെ ഇത് നമ്മുടെ പ്രോപ്പർട്ടീസ് പാനലാണ്. ദെൻ ടൈം ലൈൻ, ആനിമേഷനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ അപ്പം നമുക്ക് എങ്ങനെ നാവിഗേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് മിഡിൽ മൗസ് വെച്ചിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ മൗസിൻ്റെ മിഡിലെ സ്ക്രോൾ ബട്ടൺ വെച്ചിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് മിഡിൽ മൗസും പ്രസ് ചെയ്ത് ജസ്റ്റ് ഡ്രാഗ് ചെയ്യണമെങ്കിൽ നമുക്കത് പാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, മൗസ് ഡ്രാഗ് ചെയ്യണമെങ്കിൽ പാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇതിനെ സൂം ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് നോർമൽ ചെയ്യുമ്പോൾ സ്ക്രോൾ ബട്ടണിനെ സൂമും തിരിച്ച് സൂം ചെയ്യും, സൂം ഔട്ട് ആവും. ഓക്കെ, നമ്മുടെ ബ്ലെൻഡർ വർക്ക് ചെയ്യുന്നത് കുറച്ച് സിമ്പിൾ കൺട്രോൾസിലൂടെയാണ്. അതായത് കീബോർഡിൽ G പ്രസ് ചെയ്താൽ നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ R പ്രസ് ചെയ്താൽ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ S പ്രസ് ചെയ്യുമ്പോൾ സ്കെയിൽ ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മുടെ ഷോർട്ട് കട്ട്സ് ആണ്, കുറച്ച് ഈസി ആക്കാൻ വേണ്ടി. സോ ബിഗിനേഴ്സിന് നമുക്ക് ഈ ടൂൾസ് ഉപയോഗിക്കാം. അതായത് മൂവ് ടൂൾ, ദെൻ റൊട്ടേറ്റ് ടൂൾ, ദെൻ സ്കെയിൽ ടൂൾ. ഈ 3 ടൂൾ തന്നെ ഷോർട്ട് കട്ട്സ് ആണ് ഞാനിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞത്. ഓക്കെ, സോ നമുക്ക് ഈ ക്യൂബ് നമുക്ക് എഡിറ്റ് ചെയ്ത് ഒരു ചെറിയൊരു ടേബിളിൻ്റെ മോഡലാക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒബ്ജക്റ്റ് മോഡിൽ പ്രസ് ചെയ്യുമ്പോൾ ഒരു എഡിറ്റ് മോഡ് എന്നൊരു ഓപ്ഷനാണ്. എഡിറ്റ് മോഡ് ഞെക്കുക, അല്ലെങ്കിൽ നമുക്ക് ടാബ് യൂസ് ചെയ്യാം. കമ്പ്യൂട്ടർ ടാബ്, കീബോർഡ് ടാബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് മോഡിലോട്ട് വരും. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വരുന്നത് ഇത് മൂന്നാണ് നമ്മുടെ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ട മോഡലിംഗ് ടൂൾസ്. ഓക്കെ, അതായത് വെർട്ടാക്സസ്, ദെൻ എഡ്ജസ്, ദെൻ ഫേസ്. നമുക്കിപ്പോൾ തൽക്കാലം ബോട്ടം ഫേസ് സെലക്ട് ചെയ്യാം. നമുക്ക് ടേബിളിൻ്റെ ടോപ്പ് ചെയ്യാം. ജസ്റ്റ് ഒരു ചെറിയ ടേബിൾ. ഓക്കെ, ഇതിൻ്റെ സൈഡ് പിടിക്കുക, ജസ്റ്റ് അതിനെ വലിക്കുക. ഓക്കെ, എക്സ്ട്രോഡ് ചെയ്യുക. പ്രസ് ചെയ്ത ഒരു മെഷ് കൂടെ ക്രിയേറ്റ് ആവും. ഓക്കെ, ദെൻ നമുക്ക് കൺട്രോൾ R എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ പ്രസ് ചെയ്യുന്ന കീസ് എന്തൊക്കെയാണ്. കൺട്രോൾ R പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് 2 മെഷ്, അതായത് കൺട്രോൾ R പ്രസ് ചെയ്ത് സ്ക്രോൾ ചെയ്യുക. ഓക്കെ, സ്ക്രോൾ ചെയ്തതിന് ശേഷം കീപാഡിൽ, അതായത് നമ്മൾ നമ്പർ പാഡിൽ 7 പ്രസ് ചെയ്യുക. 7 പ്രസ് ചെയ്തതിന് ശേഷം ഈ സ്കെയിൽ ഓപ്ഷനെ ജസ്റ്റ് ഇങ്ങനെ സ്കെയിൽ ചെയ്യുക, ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇങ്ങനെ സ്കെയിൽ ചെയ്ത് ഇവിടെ കൊണ്ട് നിർത്തുക. അതേപോലെ ഒന്നും കൂടെ കൺട്രോൾ R പ്രസ് ചെയ്യുക, 2 മെഷ് ഇടുക. സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ബട്ടൺ സ്ക്രോൾ ചെയ്യുമ്പോൾ 2 മെഷ് വരും. ഓക്കെ, പ്രസ് ചെയ്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ പ്രസ് ചെയ്തതിന് ശേഷം ഈ സ്കെയിൽ പിടിച്ച് ഇങ്ങനെ. ഓക്കെ, 4 കോർണറിലും 4 ക്യൂബ് പോലെ ചെറിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മെഷ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 4 കോർണറിലും സെലക്ട് ചെയ്യണം. അതിന് നമ്മൾ ഫേസ് എടുക്കണം. ഓക്കെ, ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് പിടിച്ചിട്ട് അടുത്തത്. ഓക്കെ, 4 കോർണർ ഒരുപോലെ സെലക്ട് ചെയ്യാം. എന്നിട്ട് പ്രസ് ചെയ്യുക, എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടി പ്രസ് ചെയ്യുക. ഓക്കെ, എക്സ്ട്രൂഡ് ആയി. സോ ഇത് നമ്മുടെ ടേബിൾ റെഡി ആയിട്ടുണ്ട്. തിരിച്ച് ടാബ് പ്രസ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് മോഡിലോട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനെങ്ങനെ ലൈറ്റിങ്ങും പിന്നെ അതുപോലെ ഒരു മെറ്റീരിയൽ കൊടുക്കണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട്. അതിന് മുന്നായിട്ട് നമുക്ക് ഇതുപോലെ ഈ ക്യൂബും അതുപോലെ കുറച്ച് പുതിയൊരു ക്യൂബ് എടുക്കണം, അല്ലെങ്കിൽ പുതിയൊരു ഷേപ്പ് എടുക്കണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. അതിനകത്ത് മെഷിനകത്താണ് നമുക്ക് ക്യൂബ്, പ്ലെയിന്, അങ്ങനെ സർക്കിൾസ്, ഐക്കോസ്ഫിയർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് അവൈലബിൾ. നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ എടുത്ത് മോഡൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ എടുക്കേണ്ടത് ഒരു പ്ലെയിൻ എടുക്കുക. ഓക്കെ, നമുക്ക് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു പ്ലെയിൻ അടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്കെയിൽ ചെയ്ത് വലുതാക്കാം. ഓക്കെ, നമ്മൾ സ്കെയിൽ ചെയ്തു. പിന്നെ അത് കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് ബോട്ടത്തിൽ ഫ്ലോർ ടച്ച് ചെയ്യുന്ന രീതി നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു മെറ്റീരിയൽ കൊടുക്കാം. ഫസ്റ്റ് അതിന് മെറ്റീരിയൽ ടാബിൽ പോവുക, അതായത് ന്യൂ മെറ്റീരിയൽ കൊടുക്കാം. ന്യൂ മെറ്റീരിയൽ അതിന് മുന്നേ നമുക്ക്
നമ്മളിപ്പോൾ ഉള്ളത് സോളിഡ് മോഡാണ്, അതായത് മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡാണ് സോളിഡ് മോഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെറ്റീരിയൽ മോഡിലോട്ട് പോകുന്നു. സോ നമ്മളിപ്പോൾ മെറ്റീരിയൽ മോഡിലോട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം ടേബിളിൻ്റെ. ജസ്റ്റ് നമ്മളൊരു ബേസിക് ഷെയ്ഡ് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് റെൻഡർ മോഡിലോട്ടൊന്ന് പോകാം. ഓക്കെ, ഇത് ഇവി റെൻഡറാണ്. ഇതിങ്ങനെ ഇരിക്കും ഏകദേശം. ഇത് നമ്മുടെ പോയിന്റ് ലൈറ്റാണ്. ഈ ലൈറ്റില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഷാഡോ ഒന്നും കിട്ടത്തില്ല. സോ ലൈറ്റ് നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം. ഇനി നമ്മൾ കീബോർഡിൽ 0 പ്രസ് ചെയ്ത് നമുക്ക് ക്യാമറ വ്യൂ. ഓക്കെ, ഇപ്പോൾ ക്യാമറ നമുക്ക് ലോക്കല്ല ഈ പോർട്ടിൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാമറ വ്യൂ ലോക്ക് ചെയ്യണം. എന്നാലും നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ, ക്യാമറ ക്ലിക്ക് ചെയ്ത് ലോക്ക് ചെയ്തതിന് ശേഷം റെൻഡർ ക്ലിക്ക് ചെയ്യുക, റെൻഡർ ഇമേജ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്. സോ ഇത് നമ്മുടെ 5 മിനിറ്റ് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം. 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ആയി പോയതിന് സോറി. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യണം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിന് മുന്നായിട്ട് നിങ്ങളിതെല്ലാം ഒന്നും കൂടെ ഒന്ന് നോക്കി വെച്ചതിന് ശേഷം മാത്രം അടുത്ത വീഡിയോ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. താങ്ക് യു ഗൈസ്.